നമസ്കാരം. നാലാമൻ മീഡിയ ഹൗസിന്റെ നേരും വേരും എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുമാരമംഗലത്തിന്റെ അമ്മയായ വള്ളിയാനിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് നാലാമൻ മീഡിയ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നഗരത്തിനോട് ചേർന്ന് ഗ്രാമീണ ഭംഗിയും പ്രകൃതി സൗന്ദര്യവും ഒത്തുചേർന്നൊരു ഗ്രാമമാണ് കുമാരമംഗലം. ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യന്റെ വിവാഹം നടന്ന സ്ഥലമാകിയാലാണ് ഈ ഗ്രാമത്തിന് കുമാരമംഗലം എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. നാനാജാതി മതസ്ഥരായ ജനങ്ങൾ ഒത്തൊരുമയോടെ വസിക്കുന്ന നന്മ നിറഞ്ഞ ഈ പ്രദേശത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയായി ഗ്രാമഹൃദയത്തിൽ വസിക്കുന്ന അമ്മയാണ് വള്ളിയാനിക്കാട് ഭഗവതി. ആദിപരാശക്തിയായ ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഉപദേവതയായി ദുർഗാദേവിയും കുടികൊള്ളുന്നു. ഭദ്രകാളി ദേവി കിഴക്ക് ദിശയിലേക്കും ഉപദേവതയായ ദുർഗാദേവി പടിഞ്ഞാറ് ദിശയിലേക്കും ദർശനം നൽകുന്നു എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. കലിയുഗവരതനായ ശാസ്താവും മുജ്ജന്മ പാപപരിഹാരകനായ രക്ഷസും നാഗദേവതകളും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. വൃക്ഷരാജാവായ ആൽമരത്തിന് ഇവിടെ പ്രത്യേകം പ്രാധാന്യം നൽകുന്നു. ആൽവൃക്ഷത്തെ ഭക്തിപൂർവം വണങ്ങി വലം വയ്ക്കുന്നവരുടെ ജീവിതത്തിലെ ദോഷങ്ങളെല്ലാം മാറിപ്പോകുമെന്നാണ് വിശ്വാസം. മഹാകാളിയുടെ ഈ ക്ഷേത്രം കുമാരമംഗലത്ത് കുടിയിരുത്തപ്പെട്ടതിന് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട്. ചരിത്രരേഖകളിൽ ഈ ക്ഷേത്രത്തിന് ഏകദേശം 800 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. വടക്കംകൂർ രാജാവിന്റെ അധീനതയിലായിരുന്ന കീഴ്മലൈനാട് എന്ന നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം. ഒരിക്കൽ ശത്രുരാജ്യത്തിന്റെ ആക്രമണത്തിൽ സർവ്വതും നശിച്ചപ്പോൾ ഉത്തരദിക്കിൽ നിന്നും വന്ന ദേവീഭക്തനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ തന്റെ ഉപാസനമൂർത്തിയായ ദേവീ വിഗ്രഹം സുരക്ഷിതമായി കുടിയിരുത്തുവാനുള്ള ഒരിടം തേടി നടന്നുവെന്നും അങ്ങനെ അതിഘോര വനപ്രദേശമായിരുന്ന ഈ സ്ഥലത്ത് എത്തിച്ചേർന്നുവെന്നും പറയപ്പെടുന്നു. വന്യജീവികളുടെ വിഹാര കേന്ദ്രമായിരുന്ന ആ വനത്തിനുള്ളിലൂടെ ദേവീ വിഗ്രഹം സുരക്ഷിതമായി കുടിയിരുത്തുവാനുള്ള ഒരിടം തേടി നടക്കുമ്പോൾ വള്ളിപ്പടർപ്പുകൾ ചുറ്റിക്കിടന്ന ഒരു വൻ ആനിവൃക്ഷം കണ്ടെന്നും ദേവീ സാന്നിധ്യം അനുഭവപ്പെട്ട ആ വൃക്ഷച്ചുവട്ടിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചുവെന്നും ആ സമയം ആദിപരാശക്തി സർവാലങ്കാര വിഭൂഷിതയായി ആ ബ്രാഹ്മണ ശ്രേഷ്ഠന് ദർശനം കൊടുത്തുവെന്നുമാണ് ഐതിഹ്യം. പാർവതി നന്ദനായ സുബ്രഹ്മണ്യന്റെ പത്നി വള്ളിദേവി ഊഞ്ഞാലാടി വസിച്ചിരുന്ന ഈ പ്രദേശത്തിന് വള്ളിയാടിക്കാട് എന്ന് പേര് വന്നുവെന്നും പിന്നീട് വള്ളിയാടിക്കാട് വള്ളിയാനിക്കാടായി മാറിയെന്നും മറ്റൊരു ഐതിഹ്യം കൂടി നിലവിലുണ്ട്. മീനമാസത്തിലെ മകം പൂരം പ്രാധാന്യമാക്കിയാണ് ഇവിടെ ഉത്സവം നടത്തുന്നത്. ക്ഷേത്രത്തിന്റെ ഉത്സവം ഒരു നാടിന്റെ മുഴുവൻ ദേശീയ ഉത്സവമായിട്ടാണ് കൊണ്ടാടുന്നത്.
ജാതി മത ഭേദമന്യേ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്നു. എല്ലാ ദിവസവും ഗുരുതി നടക്കുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. തിരുനാളിൽ 5 ദിവസം മുടിയേറ്റുള്ള ക്ഷേത്രമാണ് വള്ളിയാനിക്കാട്. ദാരികാവധത്തിനായി ശ്രീകോവിലിൽ നിന്നും പുറപ്പെടുന്ന ഭദ്രകാളി ദേവിയുടെ എഴുന്നള്ളത്തിന്റെ പ്രൗഢിയിൽ ഈ പ്രദേശം മുഴുവൻ പ്രകാശപൂരിതമാക്കും. ചെണ്ടമേളങ്ങളുടെ അകമ്പടിയിൽ ഭക്തജനങ്ങളുടെ ശരണമന്ത്രങ്ങളാലും ആർപ്പുവിളികളാലും ആമോദയായ ദേവി സകലരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭക്തരായ മക്കളോടൊപ്പം താണ്ഡവ നൃത്തമാടി ദാരികാവധത്തിനായി പുറപ്പെടുമ്പോൾ പ്രപഞ്ചം സാഷ്ടാംഗം നമിച്ചു നിൽക്കും. അനുഷ്ഠാന കലയായ കാളകളിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. പ്രത്യേക ജനവിഭാഗക്കാരുടെ നേതൃത്വത്തിൽ ഉത്സവ നാളുകളിൽ വീടുകൾ തോറും കാളയെ എതിരേൽക്കുകയും സമാപന ദിവസം മുടിയേറ്റിൽ ദാരികവധത്തിനു ശേഷം കാളകളി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു.
അതോടൊപ്പം ദേശത്തൂക്കവും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. ഉത്സവത്തിന്റെ സമാപന ദിവസം ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും തൂക്കം ദേവി സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നു. സാക്ഷാൽ ആദിപരാശക്തിയായ ദേവി സർവാലങ്കാര വിഭൂഷിതയായി ബ്രാഹ്മണ ശ്രേഷ്ഠന് ദർശനം കൊടുത്തത് മീനമാസത്തിലെ മകം നാളിലായിരുന്നു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ മകം തൊഴിൽ ദർശനത്തിന് ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. മീനമാസത്തിലെ മകം നാളിൽ ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും കലശാഭിഷേകങ്ങളും നടത്തി വിശേഷപ്പെട്ട ആഭരണങ്ങളും ചാർത്തി നട തുറക്കുമ്പോൾ ആദിപരാശക്തി സർവാലങ്കാര വിഭൂഷിതയായി ഭക്തർക്ക് ദർശനം കൊടുക്കുന്നുവെന്നാണ് വിശ്വാസം. പ്രാർത്ഥനയോടെ ആത്മസമർപ്പണത്തോടെ മകം നാളിൽ അമ്മയുടെ സന്നിധിയിലെത്തുന്ന ഓരോ ഭക്തനും നിറഞ്ഞ മനസ്സോടെ അടുത്ത വർഷവും ദർശനഭാഗ്യം നൽകണേ എന്ന പ്രാർത്ഥനയുമായാണ് മടങ്ങുന്നത്. എല്ലാ മാസവും ആയില്യം മകം നാളുകളിൽ വിശേഷാൽ പൂജകളും മകം ഊട്ടും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു. സൃഷ്ടിയുടെ അടിസ്ഥാനം സ്ത്രീയാണെന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ആദിമൂല ഭഗവതിയായ ആദിപരാശക്തിയുടെ പ്രതീകമായി കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. ശാക്തീയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നായി മഹാകാളിയെ കണക്കാക്കുന്നു. കാളി എന്നാൽ കാളുന്നവൾ, കറുത്തവൾ, രാത്രി കാലത്തെ നിയന്ത്രിക്കുന്നവൾ, കാരുണ്യത്തിന്റെ ഭഗവതി എന്നൊക്കെ അർത്ഥമുണ്ട്. ഭദ്രമായ കാലത്തെ നൽകുന്നവൾ, മംഗളമായ കാലത്തെ നൽകുന്നവൾ എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം. കുമാരമംഗലത്തെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ ഭദ്രമായി കാക്കുന്ന, നാടിന് മംഗളം നൽകുന്ന വാത്സല്യനിധിയായ അമ്മയാണ് വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ മംഗളമൂർത്തി.